യുദ്ധത്തെ നേരിടാൻ ഒരു രാജ്യത്തെ സജ്ജമാക്കുന്നത് അവരുടെ കൈവശമുള്ള ആയുധങ്ങൾ കൂടിയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ ആശങ്ക ജനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവരുടെ കൈവശമുള്ള ആയുധ ശേഖരത്തിൽ വലിയ കുറവ് സംഭവിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതെങ്ങനെയായിരിക്കും ഇതിനെങ്ങനെയായിരിക്കും അമേരിക്ക നേരിടുക? അമേരിക്കയുടെ അമ്മ്യൂണിഷൻ, അതായത് വെടിക്കോപ്പുകൾ, അത് കുറവുണ്ടായി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസമായി. ഈ ഒരു മാസത്തിനിടയിൽ അമേരിക്കയുടെ പല അത്യാവശ്യമുള്ള ഒരു യുദ്ധത്തിൽ അത്യാവശ്യമുള്ള അമ്മ്യൂണിഷനിൽ പലതും ഇപ്പോൾ അമേരിക്കയ്ക്ക് കുറവായി എന്നാണ് പറയുന്നത്. ഇത് കാരണമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു, പിന്നെ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ 10 ദിവസത്തേക്ക് ആക്രമിക്കില്ല എന്ന് പറയുന്നു. ഇതൊക്കെ തന്നെ യുദ്ധം നിർത്താനോ ഇറാനോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നുമല്ല. സംഭവം അമേരിക്കയുടെ കൈവശമുള്ള ആയുധങ്ങൾ, അല്ല, ഈ അമ്മ്യൂണിഷൻ, വെടിക്കോപ്പുകൾ, അതിനൊരു കുറവ് സംഭവിച്ചു. ഇപ്പൊ നമുക്ക് തോക്ക് കയ്യിലുണ്ടോണ്ട് മാത്രം പോരാ, വെടിയുണ്ട വേണം. പീരങ്കി മാത്രം പോരാ, അതിന് പീരങ്കി ഷെല്ലുകൾ വേണം. അതുപോലെ തന്നെ യുദ്ധവിമാനങ്ങൾ കയ്യിലുണ്ട്, F-35 ഒക്കെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേൽ മിസൈൽ വേണം, അതേൽ പ്രിസിഷൻ ഗൈഡഡ് മ്യൂണീഷൻ ബോംബുകൾ വേണം. ഇതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ അമ്മ്യൂണിഷൻ എന്ന് പറയുന്നത്. അമ്മോ എന്ന് സൈനികർ പറയും. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആ യുദ്ധത്തിൽ ആയുധങ്ങൾ കൊണ്ട് പ്രയോജനമില്ല. ഇപ്പൊ അമേരിക്ക ഏറ്റവും ഒടുവിൽ അമേരിക്കയ്ക്ക് ഇങ്ങനെ ഒരു പടക്കോപ്പുകളുടെ അഭാവം ഉണ്ടായെന്ന് വെളിയിൽ വരുന്നത് സെത്ത് ജി ജോൺസ് എന്ന് പറയുന്ന സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസിന്റെ ഒരു തലവനായിട്ടുള്ള ഒരു നിരീക്ഷകൻ, അദ്ദേഹം ആണ് ഇത് വെളിയിൽ വിട്ടത്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം, ഇറാൻ പോലൊരു രാജ്യവുമായിട്ട് ഒരു മാസം യുദ്ധം ചെയ്തപ്പോൾ തന്നെ അമേരിക്കയുടെ ഈ അമ്മ്യൂണിഷനിൽ ഇത്ര കുറവുണ്ടെങ്കിൽ നാളെ അമേരിക്ക ചൈനയുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? അതായത് ഇറാന് നേരെ പ്രയോഗിച്ചതിൻ്റെ ഒരു 3 ഇരട്ടിയെങ്കിലും അമ്മ്യൂണിഷൻ ഒരു ദിവസം ചൈനയ്ക്ക് നേരെ പ്രയോഗിക്കേണ്ടി വരും. ചൈന അത്രയും വലിയ രാജ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അമ്മ്യൂണിഷൻ 30 ദിവസം ആദ്യത്തെ ഇപ്പൊ ഇറാന് നേരെ നീണ്ടു നിന്നെന്ന് പറയുന്നെങ്കിൽ ചൈനയുമായി ഒരു യുദ്ധം നടന്നാൽ അത് ഏതാണ്ട് 10 ദിവസത്തിനുള്ളിൽ അത് കാലിയായി. അപ്പോൾ പിന്നെ അമേരിക്ക എന്ത് വലിയ ലോകശക്തിയാണെന്നാണ് പറയുന്നത്. ഇതിലെന്താണ് അർത്ഥം? യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അമേരിക്കയുടെ സർവ്വസൈന്യാധിപൻ, അതായത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയ്ൻ പറഞ്ഞു, നമുക്ക് എപ്പോൾ നമ്മൾ യുദ്ധം നിർത്തണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു അന്നേ ദിവസത്തേക്ക് വരെയുള്ള വെടിക്കോപ്പുകൾ, അമ്മ്യൂണിഷൻ നമ്മുടെ കൈവശമുണ്ടെന്ന് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അതിലും വലിയ അവകാശവാദമാണ്. നമുക്ക് ഒരേ സമയം ഇറാനോടും നമ്മൾ റഷ്യയോടും യുദ്ധം ചെയ്താലും നമ്മുടെ പടക്കോപ്പുകൾ, അതായത് അമ്മ്യൂണിഷൻ, ഒരു രീതിയിലും അമ്മ്യൂണിഷന് കുറവുണ്ടാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും യാഥാർത്ഥ്യം അതിൽ നിന്നൊക്കെ വളരെ അകലെയാണെന്നാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വസ്തുതകളൊക്കെ നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അമേരിക്ക ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു മിസൈലാണ് ടോമഹാക്ക്. ഏതാണ്ട് 2500 കിലോമീറ്റർ റേഞ്ചുള്ള ക്രൂയിസ് മിസൈലാണ്, സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് ടോമഹോക്ക്. ആ ടോമഹോക്ക് മിസൈലുകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിച്ചിരിക്കുന്നു. ആ ടോമഹോക്ക് മിസൈലുകൾ മൊത്തം അമേരിക്കയ്ക്ക് ഏതാണ്ട് 1000-ഓളം മിസൈലുകളാണ് അമേരിക്കയുടെ ശേഖരത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 400-ഓളം മിസൈലുകൾ അമേരിക്ക ഇപ്പോൾ തന്നെ ഇറാന് നേരെ പ്രയോഗിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി 600 മിസൈലുകൾ. അത് അമേരിക്കയ്ക്ക് ഒരു ഞെട്ടലാണ്. ഈ 600 മിസൈലും അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ വിന്യസിക്കാൻ പറ്റില്ല. കാരണം ഇത് ലോകത്തിൽ പല ഭാഗങ്ങളിലായി അമേരിക്കയുടെ കപ്പലുകൾ ഘടിപ്പിച്ചിരിക്കുകയാണ്. അത് ഉദാഹരണത്തിന് ഇപ്പോൾ ചൈനീസ് സൗത്ത് ചൈന സീയിലോ പസഫിക്കിലോ ഒക്കെയുള്ള വിമാനവാഹിനികളിൽ, അല്ലെങ്കിൽ ഡിസ്ട്രോയറുകളിൽ, ഫ്രിഗേറ്റിലും ഒക്കെ ഇതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ഇറാന് വേണ്ടി സ്പെയർ ചെയ്യാൻ പറ്റുന്ന മിസൈലുകളുടെ എണ്ണം വളരെ കുറഞ്ഞു എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ മറ്റൊരു വിഷയം, ഈ അമേരിക്കയുടെ കപ്പലുകൾ ഘടിപ്പിച്ചിരിക്കുന്ന പീരങ്കികളിലുമൊക്കെ ഉപയോഗിക്കുന്ന ഷെല്ലുകൾ, അത്
155 mm ഷെല്ലുകളൊക്കെ വലിയ ഷോർട്ടേജ് ഇപ്പോൾ അമേരിക്ക അനുഭവിക്കുന്നതായിട്ട് വാർത്തകൾ വരുന്നു. ഇതൊക്കെ തന്നെ വലിയ ഒരു പിന്നെ ഞെട്ടലോടെയാണ്. അതുപോലെ ഈ ജാവലിൻ എന്ന മിസൈലുകൾ, സ്റ്റിങ്ങർ എന്ന് പറയുന്ന ആന്റി എയർക്രാഫ്റ്റ് മിസൈൽ, ഇതെല്ലാം അമേരിക്കയ്ക്ക് ഇതിൻ്റെയൊക്കെ ഷോർട്ടേജ് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. അത് ഒരു വല്ലാത്ത ഞെട്ടലാണ് ഇപ്പോൾ യു എസിന് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവരുടെ സ്റ്റാറ്റിസ്റ്റിക്സും അല്ലെങ്കിൽ ഇവരുടെ അവകാശവാദങ്ങളും ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു ഇതിനു മുമ്പ്. ഇപ്പൊ പെട്ടെന്ന് ഒരു യഥാർത്ഥ യുദ്ധം നടക്കുമ്പോൾ ഈ അവകാശവാദങ്ങളൊക്കെ പൊള്ളയാണെന്ന് തിരിച്ചറിയുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഞെട്ടലിലാണ് അമേരിക്ക. അമേരിക്ക ഇപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്ന അവരുടെ ഡിഫൻസ് ഇൻഡസ്ട്രി ബേസ് എന്ന് പറയുന്നത് വേണ്ടത്ര ശക്തമല്ല. അമേരിക്കയുടെ മിക്കവാറും എല്ലാ ആയുധങ്ങളും, അതുപോലെ അതായത് വിമാനങ്ങൾ തൊട്ടുള്ള എല്ലാ ആയുധങ്ങളും അതുപോലെ അമ്യൂണിഷനും ഉണ്ടാക്കുന്ന 5 കമ്പനികളാണ്. ആ 5 കമ്പനികൾ എന്ന് പറയുന്നത് ലോക്ഹീഡ് മാർട്ടിൻ, നോർത്തോർപ്പ് ഗ്രമ്മൻ, ജനറൽ ഡൈനാമിക്സ്, അതുപോലെ ബോയിങ്, RTX, ഇങ്ങനെ 5 കമ്പനികളാണ്. ഈ 5 കമ്പനികളും പിന്നീട് സബ് കോൺട്രാക്റ്റ് ഒക്കെ കൊടുക്കും. പക്ഷേ ഈ കമ്പനികൾ അവർക്ക് വേണ്ടത്ര യുദ്ധമേഖലയിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു തരത്തിൽ ഇന്ത്യക്ക് ഒരു വലിയ അവസരമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു. ഇപ്പോൾ യുക്രൈന് നേരെ റഷ്യ തൊടുത്തുവിടുന്ന 155 mm ഷെല്ലുകൾ അതെല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതാണെന്നാണ്. അതെങ്ങനെ യുക്രൈനിൽ എത്തി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. കാരണം ഒരിക്കലും ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രമായ റഷ്യക്ക് നേരെ പ്രയോഗിക്കാൻ ഇന്ത്യ യുക്രൈന് ഷെല്ല് വിൽക്കില്ല. പക്ഷെ ഇത് കിഴക്കൻ യൂറോപ്പിലെ ഏതോ രാജ്യത്തിന് വിറ്റതാണ്. ഒന്നുകിൽ ഗ്രീസിന് വിറ്റതായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ അർമീനിയക്ക് പിന്നെ വല്ലതും വിറ്റതായിരിക്കാം. എന്തായാലും അവരുടെ കയ്യിൽ നിന്നും ഈ ഷെല്ല് യുക്രൈൻ്റെ അടുത്ത്. അപ്പോൾ ഇന്ത്യൻ ഷെല്ലുകളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ യുക്രൈനെ പിടിച്ചു നിർത്തുന്നത് പലപ്പോഴും. അതായത് യുക്രൈന് ഒന്ന് ശ്വാസം വിടാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഇന്ത്യയുടെ വെടിക്കോപ്പ്. ഇന്ത്യ ഇപ്പം ലോകത്തിലെ തന്നെ വലിയൊരു അമ്മ്യൂണിഷൻ നിർമ്മാതാവ് എന്നുള്ള നിലയിലേക്ക് വളർന്നിരിക്കുകയാണ്. ഈ ഹമാസുമായിട്ട് ഇസ്രായേൽ യുദ്ധം ചെയ്തപ്പോഴും ഹെസ്ബുള്ളയായിട്ട് യുദ്ധം ചെയ്തപ്പോഴും അമ്മ്യൂണിഷൻ സപ്ലൈ ചെയ്തത് ഇന്ത്യയിൽ നിന്നാണ്. അതായത് ഇന്ത്യക്ക് അതിശക്തമായ ഒരു സപ്ലൈ ചെയിൻ ഉണ്ട്. ഇന്ത്യയുടെ സ്വകാര്യ മേഖല അതിശക്തമാണ്. ആ ശക്തമായ സ്വകാര്യ മേഖല സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയത്തിൽ ഇന്ത്യക്ക് വലിയ സഹായമാണ്. ഇത് ഇന്ത്യൻ സൈന്യത്തിന് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായ അമ്മ്യൂണിഷന്റെ 95% ഇന്ത്യ തന്നെയാണ് ഉത്പാദിപ്പിക്കുന്നത്. അത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടത് മുഴുവൻ ഇന്ത്യയിൽ തന്നെ ഉത്പാദിപ്പിക്കും. അത് മാത്രമല്ല, നമ്മളിപ്പം ഈ കണക്ക് കേൾക്കുമ്പോൾ ഈ യുക്രൈനിൽ പിടിക്കുന്നത്, അതുപോലെ പിന്നെ ഈ ഹമാസിന്റെ അടുക്കൽ നിന്നും ലെബനോണിൽ നിന്നും കിട്ടുന്ന ഷെല്ലുകൾ, ഇതെല്ലാം ഇന്ത്യയുടെ മേഡ് ഇൻ ഇന്ത്യ ആണെന്ന് പറയുമ്പോൾ ഇന്ത്യ ഓൾറെഡി തന്നെ ഈ മേഖലയിൽ വലിയ ഒരു എക്സ്പോർട്ടറായിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. അതാണ് അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക വലിയൊരു ഷോർട്ടേജാണ് നേരിടുന്നത്. അമേരിക്കയ്ക്ക് ഇത് സുഗമമായിട്ട് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയെ പോലൊരു രാജ്യത്തിൻ്റെ സഹായമില്ലാതെ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ ഇത്രയും വർക്ക് ഫോഴ്സിന്റെ ഷോർട്ടേജ് അമേരിക്കയ്ക്കൊക്കെ നന്നായിട്ടുണ്ട്. യൂറോപ്പിനും അമേരിക്കയ്ക്കും ഉള്ള ഒരു വലിയ പ്രശ്നമാണ്. അവിടെ ആ വർക്ക് ഫോഴ്സിന്റെ ഷോർട്ടേജ് ഒട്ടുമില്ലാത്ത രാജ്യമാണ് ഇന്ത്യ. നമുക്ക് ഒരു തരത്തിലും അങ്ങനെ തൊഴിലാളികളുടെ ദൗർലഭ്യം കൊണ്ട് ഒരു വ്യവസായ സ്ഥാപനവും ഇവിടെ പൂട്ടിയിടേണ്ട വരത്തില്ല. പ്രത്യേകിച്ച് സ്കിൽഡ് മാൻ പവർ നമുക്ക് ധാരാളമുണ്ട്. അത് എന്തായാലും ഈ അടുത്ത കാലത്തെങ്ങ് ഒന്നും അങ്ങനെ അത് കുറയാനും പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒരു ചോദ്യം വരികയാണ്. രാജ്യമോ പിന്നെ ഇന്ത്യക്കും അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ഇതുവരെ ആ ഒരു നിലപാടിലേക്ക് പോയിട്ടില്ല. നമുക്ക് മുൻപിൻ നോക്കാതെ ആയുധങ്ങൾ വിൽക്കാൻ തുടങ്ങിയാൽ നമുക്ക് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പക്ഷെ അതൊരു അൺഎത്തിക്കൽ, അധാർമികമായ ഒരു പ്രവൃത്തിയായിട്ട് നമ്മളിപ്പോൾ അമേരിക്കയൊക്കെ കുറ്റപ്പെടുത്തുന്ന പോലെ ഭാവിയിൽ ലോകം നമ്മളെ കുറ്റപ്പെടുത്താം. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയുടെ ഒരു വളർച്ചയും അത് കാണിക്കുന്നുണ്ട്. എന്തായാലും ശരി, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ യുദ്ധം ഇനി അധികം നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള സൂചനകൾ പലതും ഒരു ഭാഗത്ത് നടക്കുന്നു. അപ്പോൾ അമേരിക്ക അതിനൊരു ബദൽ സംവിധാനം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആരാണ് അവർക്ക് സപ്ലൈ? ഇപ്പോൾ ഗൾഫ് ഒക്കെ നിർബന്ധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ആ ഭാഗത്തുണ്ട്. ഇന്ത്യ ഒരുപക്ഷെ അവർക്ക് വിറ്റാലും ഞാൻ അത്ഭുതപ്പെടത്തില്ല. കാരണം ഇന്ത്യയുടെ സുഹൃത്ത് രാഷ്ട്രങ്ങളാണ് ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങളും ഒക്കെ.
വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ ഒരു ആ, വിഷയമായിട്ട് ഈ യുദ്ധത്തിൽ മാറാനിടയുണ്ട്. അമ്മ്യൂണിഷനാണ് യുദ്ധത്തിൻ്റെ റിസൾട്ട് നിർണ്ണയിക്കുന്നത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഇപ്പോൾ നമ്മുടെ സമയപരിമിതി മൂലം ഞാനിവിടെ തൽക്കാലം നമ്മുടെ വിശകലനം നമുക്ക് അവസാനിപ്പിക്കാം. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇൻഫർമേഷനുമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം.